നമസ്കാരം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന ബജറ്റ് 2025 ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ഷേമ പെൻഷൻ ഈ ഒരു ബജറ്റിൽ കൂട്ടുവാൻ സാധ്യതയുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏകദേശം 100 രൂപയോ അല്ലെങ്കിൽ 200 രൂപ വരെയോ കൂട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് 2500 രൂപയിലേക്ക് എത്തിക്കുമെന്നത്. എന്നാൽ ഇടതുപക്ഷ സർക്കാർ രണ്ടാമതും അധികാരത്തിലെത്തിയതിനു ശേഷം നാളിതുവരെയും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുവാൻ സാധിച്ചിരുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത കാരണം 1600 രൂപയിൽ തന്നെ സംസ്ഥാനത്ത് ഇപ്പോഴും ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി 200 രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ 200 രൂപ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പ്രതിമാസം 1800 രൂപ വീതമായിരിക്കും ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിന് ലഭിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, 2024 മാർച്ച് മാസം മുതൽ എല്ലാ മാസവും കൃത്യമായി തന്നെ പെൻഷൻ വിതരണം നടത്തുന്നുണ്ട്. എന്നാൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റി വന്നിരുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ വർഷാവർഷമുള്ള മസ്റ്ററിംഗ് മാറ്റിക്കൊണ്ട് പെൻഷൻ സ്വീകരിക്കുന്ന ആ ദിവസം തന്നെ മസ്റ്ററിംഗ് ചെയ്തുകൊണ്ട്, അതായത് എല്ലാ മാസവും മസ്റ്ററിംഗ് കൈപതിച്ചുകൊണ്ട് പെൻഷൻ കൈപ്പറ്റുന്ന ഒരു രീതിയിലേക്കും സംസ്ഥാനത്തെ പെൻഷൻ വിതരണത്തെ മാറ്റുവാനാണ് ഇപ്പോൾ ആലോചനയുള്ളത്. പെൻഷൻ വിതരണത്തിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം മദ്യത്തിനും ഇന്ധനത്തിനുമൊക്കെ സെസ് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സെസ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി തന്നെ എല്ലാ മാസവും ഇപ്പോൾ പെൻഷൻ വിതരണം നടത്തി വരുന്നുണ്ട്. 2025 ഫെബ്രുവരി മാസം 7-ാം തീയതി രാവിലെ 9 മണിക്കാണ് മന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ ഒരു ബജറ്റിൽ എന്തൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. വിശദമായ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക് യു.